ഓർത്തഡോക്സ് TV പ്രേക്ഷകർക്ക് ദർപ്പണം എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ഒരു വ്യത്യസ്തനായ വ്യക്തിയാണ്. മാനവ മനസാക്ഷിയുടെ ജീവിക്കുന്ന സാക്ഷ്യം ബഹുമാന്യനായ ഡേവിസ് ചിറമേലച്ചൻ. അച്ഛന് ഓർത്തഡോക്സ് TVയുടെ ദർപ്പണം എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. 2009 സെപ്റ്റംബർ 30 കേരളത്തിലെ മാനവികതയ്ക്ക് ഒരു പുതിയ മുഖം അച്ഛൻ സമ്മാനിക്കുകയായിരുന്നു. ഈ നൂറ്റാണ്ടിൽ അച്ഛനോടൊപ്പം ജീവിക്കാൻ കഴിയുന്നൊരു വലിയ ഭാഗ്യമായിട്ട് കരുതുക. എന്തായിരുന്നു അച്ഛനെ ഇത്തരത്തിലൊരു സാഹസികതയിലേക്ക് എടുത്ത് ചാടാനുള്ള ഒരു പ്രചോദനം എന്തായിരുന്നു? നമ്മുടെ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും ദൈവം നന്മ ചെയ്യാനായിട്ട് തരുന്ന അവസരങ്ങളാണ്. അതെ, പലപ്പോഴും നമ്മളത് തിരിച്ചറിയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. മോശയോട് പറഞ്ഞു, ആ വടി നീ കടലിൽ നിര നീട്ടാൻ പറഞ്ഞു. അത് നീട്ടിയില്ലായിരുന്നെങ്കിൽ കടൽ രണ്ടാകുമായിരുന്നില്ല. ആ ഒരു അത്ഭുതം നടക്കാൻ കാരണം ദൈവത്തിൻ്റെ ആ പ്രേരണയെ, വചനത്തെ അനുസരിച്ചു. നമുക്ക് നടന്നു പോകേണ്ട വഴിക്ക് വേണ്ടിയിട്ടല്ല, നമുക്ക് ജീവിച്ചു പോകേണ്ട മാർഗത്തിന് വേണ്ടിയിട്ടല്ല. പലപ്പോഴും നമ്മൾ ജീവിക്കുന്നത് നമുക്ക് ജീവിക്കാനുള്ള സമ്പാദ്യം, നമുക്ക് പോകാനുള്ള വഴി, നമുക്ക് പാർക്കാനുള്ള വീട്. മറ്റൊരു ക്രൈസ്തവൻ, പ്രത്യേകിച്ചൊരു പുരോഹിതൻ, അങ്ങനെ സ്വന്തം സമ്പാദ്യം, സ്വന്തം വീട് അതൊന്നും നോക്കാൻ പാടില്ല. നമ്മൾ പൗരോഹിത്യത്തിലേക്ക് വരുമ്പോൾ നമ്മളൊരു വാക്ക് പറഞ്ഞിട്ടുണ്ട്. ഫുൾട്ടൻ ജീഷൻ പറയുന്ന അതാണ്, പുരോഹിതൻ അവൻ്റെ സ്വന്തമല്ല. ഞാൻ എൻ്റെ സ്വന്തമല്ല, എൻ്റെ കുടുംബത്തിൻ്റെ സ്വന്തമല്ല. അതൊക്കെ അവരെയൊക്കെ വെറുക്കണമെന്ന് പറയാനല്ല. ഞാൻ ഈ ലോകത്തിൻ്റെ എല്ലാവർക്കും, കഥ മാലാഖമാര് ഈശോ ജനിച്ചപ്പോൾ എന്താ പറഞ്ഞത്? ലോകത്തിന് മുഴുവനുമായിട്ട് ഒരു സന്തോഷ വാർത്ത അല്ലേ? അപ്പം ഞാനൊരു പുരോഹിതനാകുന്നത് എൻ്റെ ചുറ്റും നിൽക്കുന്ന കുറേ ആൾക്കാർക്ക് സന്തോഷ വാർത്ത അറിയിക്കാനല്ല, ഒരു ഗുഡ് ന്യൂസ് ആകാനല്ല. ലോകത്തിലെ എല്ലാ മനുഷ്യർക്കും, അവർ ഏത് ജാതിയിൽപ്പെട്ടവനാകാം, അവർക്കെല്ലാവർക്കും എന്താവണം? ഞാൻ ഒരു സദ്വാർത്ത, ഒരു ഗുഡ് ന്യൂസ് ആകണം. യേശുക്രിസ്തുവിൻ്റെ ജനനം സദ്വാർത്തയാണ്, മരണം സദ്വാർത്ത. അതാണ് ഗുഡ് ഫ്രൈഡേ എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ജനനം സദ്വാർത്തയാകണം, ജീവിതം സദ്വാർത്തയാകണം, മരണം സദ്വാർത്തയാകണം. അപ്പം അതുകൊണ്ട് ഞാൻ എൻ്റെ മരിച്ചു കഴിഞ്ഞുള്ള കാര്യം എഴുതി വെച്ചിട്ടുണ്ട്. APJ അബ്ദുൽ കലാമിൻ്റെ കയ്യിലാണ് എൻ്റെ സമ്മതപത്രം. ഈ മൃതസഞ്ജീവൻ എന്ന അവയവദാനത്തിൻ്റെ ആദ്യത്തെ സമ്മതപത്രം കേരളത്തിൽ കൊടുത്തത് ഞാനാണ്. അപ്പം അതിന് ഞാൻ എഴുതിയിട്ടുണ്ട്, മരണശേഷം എൻ്റെ ഈ ശരീരം സദ്വാർത്തയാകണം. അതായത് മരിച്ചു കഴിഞ്ഞാൽ ഒരാൾക്കൊരു നല്ല വാർത്ത കേൾക്കണം. ഹലോ തോമസ് അല്ലേ? അതെ, നിങ്ങൾക്കൊരു നല്ല വാർത്തയുണ്ട്. എന്താണാവോ? ഫാദർ ഡേവിസ് ചിറമേലച്ചൻ മരിച്ചു. അതെങ്ങനെയാണ് നല്ല വാർത്തയാവണേ? അല്ല, തനിക്കൊരു നല്ല വാർത്തയാണ്. എന്താണ്? അദ്ദേഹത്തിൻ്റെ ഒരു കിഡ്നി തനിക്കാണ് സൂട്ടബിൾ ആയിട്ടുള്ളത്. വേഗം വീട്ടിൽ നിന്ന് ഇരുന്നിട്ട് പോന്നേ ആശുപത്രിയിലേക്ക്, തനിക്കൊരു സദ്വാർത്തയുണ്ട്. അപ്പം ഞാൻ മരിച്ചാൽ പോലും ആണ് പൗലോസിലെ പറയുക, മരിച്ചവരെ കുറിച്ച് ഓർത്ത് പ്രത്യാശയില്ലാത്തവരെ പോലെ നിങ്ങൾ കരയരുത്. അതുകൊണ്ട് നമ്മുടെ ജീവിതവും നമ്മുടെ മരണം പോലും ഒരു സദ്വാർത്തയാകണം. അപ്പം ഇതിൽ ഒരു നമ്മുടെ ഒന്നും സാഹസികതകളല്ല. അതായത് ഒരു മാങ്ങയുടെ അണ്ടി കുഴിച്ചിട്ടു, അത് മാവായി മാങ്ങയായിട്ട് വരുമ്പോൾ നമ്മൾ ആ മാവിന് സ്തുതിക്കുകയാണ്. മാവേ, നീ എത്ര വലിയ മാവാണ്, ധാരാളം മാങ്ങയുണ്ടല്ലോ. മാവ് ആലോചിക്കുന്നുണ്ടാവും, എന്തുട്ടെങ്കിൽ നിങ്ങൾ പറയണേ, ഒരു മാങ്ങ രണ്ടി അവിടെ കുഴിച്ചിട്ടാണ്. ആ കുഴിച്ചിട്ട ആൾ ആരാന്ന് പോലും എനിക്കറിയില്ല. ഞാനിങ്ങനെ മാവായി കുറെ മാങ്ങയുണ്ടായി, ഇത്രേ ഉള്ളോ. അപ്പൊ നമ്മുടെ ജീവിതമല്ല ഇതുപോലെയാണ്. ദൈവം നട്ട ഒരു വൃക്ഷമാണ് നമ്മൾ. എന്നെ കേൾക്കുന്നവരോടൊക്കെ പറയാനുള്ളതുണ്ടല്ലോ, നമ്മളൊക്കെ നന്മയുടെ വൃക്ഷമാണ്. ആ നന്മയുടെ വൃക്ഷത്തിന് ധാരാളം ഫലങ്ങളുണ്ടാകണം. ആ ഫലങ്ങളാണ് ഈ ലോകത്തിന് ചെയ്യണം. അതാണ് പറയുന്നത്, നിങ്ങൾ ഫലം പുറപ്പെടുവിക്കുന്ന വൃക്ഷമാണ്. കുറെ എല്ലി ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? കുറെ ഇല എന്ന് പറയുന്നത് നല്ല അറിവുണ്ട്, കഴിവുണ്ട്,
സൗന്ദര്യമുണ്ട്, സമ്പത്തുണ്ട്, മക്കളുണ്ട്, ജോലിയുണ്ട്, ഡെപ്പോസിറ്റ് ഉണ്ട്, ഏക്കറക്കണക്കിന് റബ്ബർ എസ്റ്റേറ്റ് ഉണ്ട് ഉള്ളവർക്ക്. ഇതൊക്കെ ഇലയുണ്ടായതല്ല പറഞ്ഞത് കർത്താവ്, ഫ്രൂട്ട് ഉണ്ടാവണം, ഫലങ്ങളുണ്ടാകണം. ഫലങ്ങൾ ഒരിക്കലും ആ വൃക്ഷം ഭക്ഷിക്കാറില്ല. മാവ് മാങ്ങ തിന്നാറുണ്ടാ? ഇല്ല. ഫലങ്ങളൊക്കെ കൊടുക്കാനുള്ളതാണ്. അപ്പൊ നമ്മുടെ ജീവിതത്തില് എന്തല്ല പൗരോഹിത്യം എനിക്ക് വേണ്ടിയിട്ടല്ല. പൗരോഹിത്യം അതാണ് ശുശ്രൂഷ പൗരോഹിത്യം എന്ന് പറയുന്നത്. ഈ പൗരോഹിത്യം എന്ന് പറയുന്നത് എനിക്കെന്തിനെ സമ്പാദിക്കാനല്ല. പൗരോഹിത്യം എന്ന് പറയുന്നത് ശുശ്രൂഷിക്കാനുള്ളതാണ്. പൗരോഹിത്യം എനിക്ക് വേണ്ടിയിട്ടല്ല. എനിക്ക് വേണ്ടിയിട്ട് ഞാൻ കുമ്പസാരിക്കുന്നത് വേറെ ആളോടാ, വേറെ അച്ഛനോടാ. അപ്പൊ ഈ പൗരോഹിത്യം എന്ന് പറയുന്നത് എനിക്ക് നേട്ടം ഉണ്ടാക്കാനല്ല. പക്ഷെ അങ്ങനെ ആയാലോ? അതൊക്കെയല്ലേ ഇപ്പൊ ആൾക്കാർ ഓരോന്നും പറയണേ. ഞാൻ പറഞ്ഞു പൗരോഹിത്യം മുഴുവനായിട്ട് മറ്റൊരു കൊടുക്കും, 100% മറ്റൊരു കൊടുക്കാം. ഈ കിഡ്നി ദാനം ചെയ്യുന്ന ആ ഒരു സംഭവത്തിലേക്ക് കിടക്കുമ്പോൾ ഈ ഗോപിനാഥ് എന്ന് പറയുന്ന ഹൈന്ദവ സഹോദരനെ പരിചയപ്പെടാനുണ്ടായ സാഹചര്യം എന്ന് വെച്ചാൽ പറയാം. ഗോപിനാഥ് എന്ന് പറയുന്ന ആള് ഞാൻ വാടാനപ്പള്ളിയിലെ വികാരിയച്ഛനായിരിക്കുമ്പോൾ അവിടെ രോഗിയാണെന്നും അവന് കിഡ്നി രോഗം അവന് ചികിത്സിക്കാൻ പൈസ ഇല്ലെന്നും അവന് ഒരു ഫണ്ട് കളക്ഷൻ പോലെ അവന് അപ്പോൾ അവിടെ ഫ്രണ്ട്സ് എല്ലാവരും കൂടിയിട്ട് നമുക്കൊരു ട്രസ്റ്റ് ഉണ്ടാക്കിയിട്ട് കുറച്ച് പൈസ, അപ്പൊ അതിന് മീറ്റിംഗ് കൂടാൻ പള്ളിയിൽ വന്നവര്. അപ്പൊ എന്നോട് ഈ കാര്യം പറയും. അപ്പൊ ഗോപിനാഥ് ഇല്ല. ഞാൻ പറഞ്ഞു നല്ല അവയവദാനത്തെ കുറിച്ച് ഒന്നുമില്ല. അവയവം എന്നൊക്കെ പിന്നീടൊക്കെ വരുന്നല്ലേ. അപ്പൊ അവൻ സൂയിസൈഡ് ചെയ്യാനായിട്ട് പരിശ്രമിച്ചു. അപ്പോഴാണ് ഇവരെല്ലാം പിടിക്കും, നീ മരിക്കൊന്നും വേണ്ട, ഞങ്ങൾ സഹായിക്കാം. അങ്ങനെ വന്നപ്പോൾ 12 ലക്ഷം രൂപ ഞങ്ങൾ സംഘടിപ്പിച്ചു. പക്ഷെ പിന്നീട് അവർ പോകുന്നത് കിഡ്നി വാങ്ങിക്കാനാണ്. അവിടെയാണ് ഞാൻ സ്റ്റോപ്പ് ചെയ്തത്. ഞാൻ പറഞ്ഞു അത് ചെയ്യാൻ പാടില്ല. അപ്പൊ അവര് പറയുന്നത് ചെയ്യാൻ പാടില്ലെന്ന് അച്ഛൻ പറഞ്ഞ പിന്നെ ചെയ്യാൻ പോണ ഒരു കാര്യം പറയച്ഛൻ. ഞാൻ പറഞ്ഞത് ഈ പൈസ കൊണ്ടുപോയിട്ട് ഏജന്റിന് കൊടുത്ത് ഈ പബ്ലിക്കിന്റെ പൈസ എടുത്ത് നമ്മളിങ്ങനെ ഒരു കാര്യം ചെയ്യരുത്. അല്ല അച്ഛൻ അവന് കിഡ്നി വേണം, കിഡ്നിയിലേക്ക് ആരെങ്കിലും അവന്റെ വീട്ടിലാരാ അപ്പനമ്മയും പ്രായമായി, ഭാര്യയുടേത് ചേരില്ല, കുഞ്ഞു മക്കളാണ്. അപ്പൊ നിങ്ങൾക്കാർക്കും അപ്പൊ കിഡ്നി ആരും ഇല്ലെങ്കിൽ ഞാൻ കിഡ്നി തരാം. അങ്ങനെയാണ് ആ വിഷയത്തിൽ. അപ്പൊ ഞാൻ ഗോപിനാഥനെ ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ അന്നൊന്നും നമ്മൾ കിഡ്നി ദാനം ചെയ്യണ കാര്യത്തെ കുറിച്ചോ അന്ന് എനിക്കറിയില്ല. ലോകത്തിൽ എന്തെല്ലാം കാര്യങ്ങളുണ്ട് ഇതൊക്കെ എനിക്കറിയണം ഇല്ല. അപ്പം ഞാൻ അത് പഠിക്കാൻ തുടങ്ങി, എങ്ങനെയാണ് ഓപ്പറേഷൻ നടത്തുക. അത് ഞാൻ യൂട്യൂബിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുത്ത് 3-4 പ്രാവശ്യം ഓപ്പറേഷൻ കണ്ടു, ഇതെങ്ങനെയാണ് മുറിക്കുക. അച്ഛൻ മനസ്സുകൊണ്ട് അങ്ങനെ ഒരു മനസ്സുകൊണ്ടൊരു തീരുമാനം നമ്മളൊന്ന് വിചാരിക്കേ. അതൊക്കെ ആലോചിച്ചിട്ട് നീ ഒരു കാര്യം ചെയ്യേ, ഒരു അപ്ലിക്കേഷൻ വെക്കുക എനിക്കൊരു കിഡ്നി തരാൻ. ഞാനൊന്ന് ആലോചിച്ചിട്ട് കമ്മിറ്റി എല്ലാവരും കൂടെ ഒന്ന് ആലോചിച്ചു, വീട്ടുകാരൊക്കെ ആലോചിച്ചിട്ടെ ഒരു കാര്യം ഞാൻ പറയാം. നമ്മള് ഫസ്റ്റ് തോട്ട് ഉണ്ടല്ലോ, അതാണ് കറക്റ്റ് തോട്ട്. ചില കാര്യങ്ങൾ നമ്മൾ നല്ലോണം ആലോചിച്ചാലേ ചെയ്യില്ല. ചില കാര്യങ്ങൾ നല്ലോണം ആലോചിച്ചിട്ട് ചെയ്യണട്ടാ. പക്ഷെ ചില കാര്യങ്ങൾ നല്ലോണം ആലോചിച്ചാൽ പറയും എന്നാ പിന്നെ വേണ്ടാന്ന് വെക്കും. നമ്മള് ഫസ്റ്റ് പറഞ്ഞ തോട്ടുണ്ടല്ലോ, ദാറ്റ്സ് എ കറക്റ്റ് തോട്ട്. അത് ഹൃദയത്തിൽ നിന്ന് വരുന്ന തോട്ടാണ്. പിന്നെ നമ്മൾ രണ്ടാമതൊക്കെ ചിന്തിക്കുമ്പോൾ അല്ല ഇതിപ്പോൾ വേണോ, ഫസ്റ്റ് തോട്ടാണ് ഉള്ളിൽ നിന്നുള്ളത് പുറത്തേക്ക് വരുന്നത്. ഞാൻ പറഞ്ഞു എന്താ പിന്നീടാണ് എനിക്കിതിന്റെ. അപ്പൊ അന്നേരം ഈ തീരുമാനം എടുത്ത സമയത്ത് വല്ല എതിർപ്പുകൾ സഭയുടെ ഭാഗത്തു ഞാൻ മാത്രമല്ലേ ഉള്ളൂ. പിന്നീടാണ് ഇത് എന്താണ് അച്ഛൻ കൊടുക്കണം. ആദ്യമായിട്ടുള്ള ഒരു അച്ഛൻ ആദ്യമായിട്ട് എനിക്ക് തോന്നുന്നത് സഭയുടെ ചരിത്രത്തില്, ലോകത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് അറിയില്ല. അപ്പൊ ഞാൻ ഇത്ര ഒരാളുടെ ആവശ്യം കേൾക്കുമ്പോൾ നീ മറ്റുള്ളവർ നിനക്ക് സഹായം അർഹിക്കുന്നവനായി കണ്ടിട്ടും നീ അവനെ കണ്ടില്ല എന്ന് നടിക്കുന്നെങ്കിൽ നീ പാവണ്. ഇതൊക്കെ ഞാൻ പ്രസംഗിക്കുന്നതാണേ. പിന്നെ പ്രസംഗം അവിടെ വെച്ചിട്ട് ഈ സമയം വരുമ്പോൾ നമുക്ക് മാറാൻ പറ്റില്ലല്ലോ. ഞാൻ പറഞ്ഞു തരാം. പിന്നീട് അറിയണത് വീട്ടുകാരുടെ അനുവാദം വേണം, ബിഷപ്പിന്റെ അനുവാദം വേണം എന്നൊക്കെ പിന്നീടാണ് അറിയണത്. അപ്പോഴേക്കും ഞാൻ അത് പറഞ്ഞും പോയി മീഡിയാസ് എടുത്തിട്ട് അത് പത്രത്തിലിടുകയും ചെയ്തു. ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ പറഞ്ഞത് ദൈവത്തിൻ്റെ ഓരോ വഴികളാണ്. ഇന്നിപ്പോൾ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ എത്ര മനുഷ്യരാ ജീവിതത്തിലേക്ക് രക്ഷപ്പെട്ടത്. അന്ന് ഞാനത് തീരുമാനം എടുത്തില്ലായിരുന്നെങ്കിൽ ഇന്ന് എനിക്ക് തോന്നുന്നുണ്ട് 4 ലക്ഷത്തോളം ആളുകൾ സ്വന്തം അവയവം ദാനം ചെയ്യാൻ വേണ്ടി സമ്മതപത്രം തന്നു കഴിഞ്ഞു. അത് എനിക്ക് തോന്നുന്നു കേരളത്തിന്റെ മാനവിക ചരിത്രത്തിൽ ഒരു വലിയ വിപ്ലവം തന്നെയായിരിക്കും. അതുപോലെ ലോക ചരിത്രത്തില് ഇതുവരെ ഇങ്ങനെ ഒരു മൂവ്മെന്റ് ഉണ്ടായിട്ടില്ല. അമേരിക്കയിലെ ആൾക്കാർ കേൾക്കുന്നുണ്ടാവും, അമേരിക്കയിലൊക്കെ ഇത് കോമൺ ആണ്. പക്ഷേ ഇങ്ങനൊരു മൂവ് ലോകത്തൊരു രാജ്യത്തുണ്ടായിട്ടില്ല. ഒരു 5-6 വർഷം കഴിയുമ്പോൾ ലോകരാഷ്ട്രങ്ങൾ കേരളത്തിലേക്ക് വരും.
ഇതെങ്ങനെ ഇവിടെ സംഭവിച്ചു എന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് വരും. അത്ര വലിയ അതിനൊരൊറ്റ കാരണം ഞാൻ കാണുന്നുള്ളൂ. നമ്മളൊരു കാര്യം ചെയ്തിട്ട് പ്രസംഗിച്ചാൽ, അത് പറഞ്ഞാൽ എല്ലാ കാതുകളും കേൾക്കും, എല്ലാ മനസ്സും അത് തീരുമാനിക്കും. നമ്മൾ ഈ വെറുതെ ഇങ്ങനെ പ്രസംഗിച്ച് നടക്കുക. ഞാൻ പറയട്ടെ, എന്നെ കേൾക്കുന്നവരോട് പറയും, കർത്താവിൻ്റെ സുവിശേഷം പ്രസംഗിക്കാനാണോ? അല്ല, പ്രസംഗിക്കണ്ടേ? പ്രസംഗിച്ചോ. പക്ഷെ ഇത് ഈ പണി മാത്രമായി നടന്നല്ല. പ്രസംഗിക്കലും മാത്രമായി പറഞ്ഞിട്ട് എന്താ കാര്യം? പ്രസംഗിക്കുന്നതിന് മുൻപേ നമ്മളത് പ്രാക്ടീസ് ചെയ്യണം. യേശു അതല്ലേ പറഞ്ഞത്? കാല് കഴുകിയിട്ടേ പറഞ്ഞുള്ള പത്രോസിനോട്, മോനെ മറ്റൊരു കാലൊക്കെ കഴുകോളട്ടാ എന്ന് പറഞ്ഞത്. ആദ്യം ആ കാലം അങ്ങോട്ട് കഴുകിയിട്ടാ പറഞ്ഞത്. അപ്പോൾ നീ ശത്രുവിനെ സ്നേഹിക്കണം എന്ന് പറഞ്ഞത് തൊട്ടടുത്തിരിക്കുന്ന യൂദാസ് ഒറ്റ കൊടുക്കാൻ പോണെന്ന് അറിഞ്ഞിട്ട് തന്നെ അവനും കൊടുത്തൊരു കഷ്ണം വട്ട കഴിക്കട്ടെ. കർത്താവിനെ അറിയാം എന്താ ചെയ്യാൻ പോണത്. ആ മനസ്സ് കണ്ട, അതാണ് ഒരു ക്രൈസ്തവന്റെ മനസ്സ്. നീ എന്നെ ചതിക്കുന്നവനാകാം, ആയിക്കോട്ടെ, എല്ലാം അറിയുന്നു. അപ്പൊ അതൊന്നെ കേൾക്കൊണ്ട് പറയാനുള്ളത്, നമ്മൾ ഈ ആത്മീയത എന്ന് പറയുന്നത് കർത്താവേ 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 യേശുവേ സ്തോത്രം അതൊക്കെ പറയണം, ദൈവത്തെ സ്തുതിക്കണം. പക്ഷേ ഈ പറയണ കാര്യങ്ങളൊന്നും ജീവിതത്തിൽ ഇല്ലാണ്ട് ദൈവത്തെ സ്തുതിച്ചാൽ അത് ചിലമ്പുന്ന കൈത്താളങ്ങളായിട്ട് മാറും. വെറുതെ ഒച്ചുണ്ടാക്കുന്നു. വെറുതെ ഒച്ചുണ്ടാക്കിയിട്ട് കാര്യമില്ലേ. നമ്മുടെ ഉള്ളിലെ ആ പറയണ കാര്യം ചെയ്യുമെന്നുള്ളൊരു ബോധ്യം ഉണ്ടാവണം നമുക്ക്. ആ ബോധ്യമാണ് ഇന്ന് ആത്മീയതയ്ക്ക് ഇല്ലാതെ പോയിട്ടുള്ളത്. ഒരുപക്ഷെ ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്, മദർ തെരേസ എന്ന് പറഞ്ഞൊരു വ്യക്തി ഇല്ലായിരുന്നെങ്കിൽ വടക്കേ ഇന്ത്യയിലെ എത്ര പേർക്ക് ഈ ക്രൈസ്തവ സമൂഹത്തെക്കുറിച്ചും യേശു ക്രിസ്തുവിനെക്കുറിച്ചും ക്രിസ്തുവിൻ്റെ സ്നേഹത്തെക്കുറിച്ചും ഒക്കെ അറിയാൻ പറ്റുമായിരുന്നു. ശരിയാണ്. ഞാൻ പറയട്ടെ പോളെ, ഞാൻ ചോദിക്കട്ടെ, മദർ തെരേസ ഇല്ലായിരുന്നെങ്കിൽ, ആ ചേരിയിൽ വന്നില്ലായിരുന്നെങ്കിൽ ലക്ഷക്കണക്കിന് മനുഷ്യർ മരിച്ചു പോയാൽ, അവരുടെ ജീവിതം അവസാനിച്ചാണ്. അപ്പം നമ്മളൊക്കെ ഈ ലോകത്ത് ജീവിക്കുന്നത് എൻ്റെ കുട്ടികളും എൻ്റെ കെട്ടുകൾക്കും പണം ഉണ്ടാക്കി സമ്പത്തുണ്ടാക്കി സുഖം ഉണ്ടാക്കി കൊടുക്കാനല്ല. അതൊക്കെ കൊടുക്കാം. പക്ഷേ ആ ധനികനായ മനുഷ്യനുണ്ടല്ലോ, അയാളുടെ ഭാര്യനെ നല്ലോണം സ്നേഹിച്ചു കൂട്ടാ. പിള്ളേർക്കൊക്കെ നല്ലോണം ഒരു ഫ്ലാറ്റ് വാങ്ങിച്ചു കൊടുത്തു, ഒരു 10 കോടി രൂപ സമ്പാദിച്ചു കൊടുത്തു, ഒക്കെ ചെയ്തു കൊടുത്തു. പക്ഷെ അയാൾ മരിച്ചു പോയിപ്പിണ്ടല്ലേ, എല്ലാം കഴിഞ്ഞ് സംഭവം അടച്ചു പൂട്ടി ക്ലോസ് ചെയ്തപ്പിണ്ടല്ല, സംഭവം നഷ്ടമായി. അയാൾ നരകത്തിലെത്തിയത്. അപ്പൊ അയാള് ഭാര്യനെ സ്നേഹിച്ചില്ലേ? ഊന്ന്. മക്കളെ സ്നേഹിച്ചേ? ഊവ്. പിന്നെ കള്ളം പറഞ്ഞോ? ഇല്ല. വല്ലവരും കൊന്നു? ഒന്നും ചെയ്തിട്ടില്ല. ഒന്നും താൻ ചെയ്തിട്ടില്ല. താൻ ചെയ്തത് മുഴുവൻ തൻ്റെയും തൻ്റെ കുടുംബത്തിൻ്റെയും സമ്പത്ത് സൗകര്യം. അയ്യോ എൻ്റെ മോനെ വാർക്കൻ, ഇതൊക്കെ നിനക്ക് വേണം. നിന്റെ വാതിൽ പടിക്കൽ കിടന്നിരുന്ന ലാസറിനെ നീ കാണാതെ പോയ ഒരൊറ്റ തെറ്റിന്റെ പേരില് ഈ ചെയ്തുണ്ടാക്കിയ പണി മുഴുവൻ വെള്ളത്തിലായി. നല്ലോണം ഓർത്തോളട്ടാ. കാരണം വെച്ചാൽ ഞാൻ അച്ഛനാണെന്ന് കരുതിയിട്ടൊക്കെ സ്വർഗത്തിന്റെ കവാടത്തിൽ വരുമ്പോൾ അവിടെ മരിച്ച് അവിടെ എത്തുമ്പോൾ അവിടെ ആൾക്കാരെ കൊണ്ടു, ഞാൻ ഫാദർ ഡേവിസ് ചെയർമാൻ കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യ, വാലോർന്നേൻ തുറക്കും. ഇതൊന്നും അവിടെ എടുക്കില്ല കേട്ടാ. കിഡ്നി ഫെഡറേഷനും ഇല്ല, അവിടെ ഫാദർ ഡേവിസ് ചെയർമാനും ഇല്ല. അവിടെ വരുന്നവരൊക്കെ തുല്യാണെന്ന് അങ്ങോട്ട് സംഭവം ഉണ്ട് കേട്ടാ. അതായത് നമ്മൾ വിചാരിക്കണത് മോളിൽ ചെല്ലുമ്പോൾ താൻ ആരാണ്, താൻ ഈ ലോകത്തിൽ ആര് വേണമെങ്കിൽ ആയിക്കോട്ടെ, അവിടെ ചെല്ലുമ്പോൾ ദൈവത്തിന് എന്തില്ല, മുഖം നോട്ടം ഇല്ല. കറുത്തവനാണോ വെളുത്തവനാണോ, അതോ വലിയ ധനികനാണോ ദരിദ്രനാണോ, നിനക്ക് എന്താ IAS ആണോ, IAS ഉള്ളൊരു ഈ ഇങ്ങോട്ട് മാർക്ക്, താൻ എത്ര പേർ അടിച്ചിട്ടുണ്ട് SLC, കാര്യമില്ലാണ് മാർക്ക്. താൻ എനിക്ക് വലിയൊരു ബിസിനസ്സായിരുന്നു, ഞാൻ ഒരു 10-15 കോടി രൂപ സമ്പാദിച്ചു. ഇതെന്തുട്ടി പറയണേ? എടോ ഇതൊന്നും ഇവിടെ വിലയില്ല. താൻ ഈ ലോക ജീവിതത്തിൽ എന്ത് നന്മ ചെയ്തു? നന്മ എന്ന് പറഞ്ഞാൽ തന്റെ വീട്ടിലെ കുട്ടികൾക്കും ഭാര്യയ്ക്കും കൊടുത്തല്ല. അതൊക്കെ നീ ചെയ്തോ, അതൊക്കെ നിന്റെ കടമ. അത് നന്മയല്ല. അതെന്തിട്ടാണ്? സത്യല്ലേ? നമ്മൾ വിചാരിക്കേണ്ടത് എന്താണെന്ന് വെച്ചാലേ, ദാഹിക്കുന്നവന് എനിക്ക് ദാഹിച്ചു, നീ കുടിക്കാൻ തന്നോ? അപ്പൊ ഒരു ചേച്ചി പറയാ, പിന്നെ എത്ര പ്രാവശ്യം എന്റെ ഭർത്താവിനുണ്ട്, ഇത്തിരി വെള്ളം എടുത്തേ, എത്ര പ്രാവശ്യം കുടിക്കാൻ? അതല്ല ഈ ബൈബിളിൽ പറഞ്ഞത്. ബൈബിൾ നിന്റെ ഭർത്താവിന് വെള്ളം കൊടുക്കാന്നുള്ളത് കടമയാണ്. അത് നിന്റെ കടമയാണ്. കടമ നിർവഹിച്ചു എന്നതിന്റെ പേരിലൊന്നും ദൈവത്തിന്റെ സന്നിധിയിൽ ഗ്രേസ് മാർക്ക് കിട്ടില്ല. പക്ഷേ നീ ചെയ്യേണ്ട ഒരു കടമയുണ്ട്. ഞാനായിരുന്നു അവിടെ ഇരുന്നത്, ഞാനായിരുന്നു ആ വിശന്ന് കിടന്നത്, അതിനെ തിരിഞ്ഞു. ശരിക്കും ഈ ലോകത്തിലെ കർത്താവിന്റെ വചനം പ്രാവർത്തികമാക്കിയില്ലെങ്കിൽ ലാസ്റ്റ് നമ്മൾ ഈ ലോകത്തുനിന്ന് യാത്രയായി പോണ സമയത്ത് വിഷമം തന്നെ ഉണ്ടാവുള്ളൂ കേട്ടോ. പോണ സമയമൊന്നും ആവണ്ട.
ജീവിച്ചിരിക്കുമ്പോൾ തന്നെ പിള്ളേരുടെ കയ്യിൽ നിന്ന് ഇത്ര വലിയ വിഷമം കിട്ടും. അത് തന്നെ ഞാൻ ആലോചിക്കായിരുന്നു. കഴിഞ്ഞ ദിവസം നമ്മുടെ മനസാക്ഷിയെ തന്നെ ഞെട്ടിച്ചൊരു സംഭവമാണ് ഗുരുവായൂർ ക്ഷേത്രനടയിലൊരു മാതാവിനെ പോറ്റ് വളർത്തിയ മക്കൾ തള്ളിയിട്ട് പോയത്. ഒരുപക്ഷെ അത്തരത്തിലുള്ള മനസാക്ഷി മരവിച്ച ആളുകൾ ജീവിക്കുന്ന സമൂഹത്തിലാണ് അച്ഛൻ ഇത്തരത്തിലുള്ള ഒരു വെല്ലുവിളിയായിട്ട് ഇറങ്ങി. അതായത് ഒരു മാതാവല്ല, അത് ഇപ്പം ടി വിയിൽ മുഴുവൻ കാണിച്ചിരിക്കുന്ന ഒരു പറ്റ ആൾക്കാരുണ്ട്. എല്ലാ ക്ഷേത്രത്തിൻ്റെയും നടയിലേക്ക് പോയി അവിടെ ഒക്കെ നിറച്ച ആൾക്കാരുണ്ടെന്ന് പറയണേ. അപ്പോൾ അമ്മേനെ കൊണ്ടുപോയിട്ട് ഞങ്ങൾ അമ്പലത്തിൽ നടക്കിരുത്താട്ടാ, അവിടെ കൊണ്ടിരുത്തി. ശരി അമ്മേ, രാമ 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 പറഞ്ഞിരിക്കട്ടാ. അത് കുറെ നേരമായി പറയണു. കുറച്ച് എവിടെ മോളെവിടെ, മോള് പോയി. അപ്പോ ഞാൻ പറയുന്നത് കടമ പോലും ചെയ്യാത്ത ആൾക്കാർ ഈ ലോകത്തുണ്ട്, കടമ പോലും ചെയ്യാത്തവര്. അപ്പൊ അതിനേക്കാളൊക്കെ നല്ലതാണ് കേട്ടോ. അല്ല, ഈ 4 ലക്ഷം ആളുകൾ സമ്മതപത്രം നൽകിയെന്ന് പറയുമ്പോൾ ഈ മനസാക്ഷി മരവിച്ചിട്ടില്ലാത്ത ആളുകൾ ഇന്നും നമ്മുടെ സമൂഹത്തിൽ ഉണ്ടെന്നാണോ അങ്ങനെ ഒരു പ്രത്യാശയ്ക്ക് വകയുണ്ട്? മരണശേഷം അവയവങ്ങൾ കൊടുക്കുന്ന ഒരു കാര്യമാണ് ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ലാസ്റ്റ് നമുക്ക് അടിയിൽ പിടിക്കാന്ന് വിചാരിച്ചിട്ടാണ്. മരണശേഷമെങ്കിലും കൊടുക്കുന്നത് ആദ്യം തയ്യാറാക്കുക, എന്നിട്ട് പിന്നെ ജീവിച്ചിരിക്കുന്ന കാര്യം പറയാം. ആദ്യം ജീവിച്ചിരിക്കുന്ന കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളില്ല അച്ഛോ എന്ന് പറയും. ആദ്യം മരിച്ചു കഴിഞ്ഞിട്ട് കൊടുക്കണ കാര്യം അത് വേണമെങ്കിൽ പിന്നെ ആലോചിക്കാം. അങ്ങനെ മരിച്ചു കഴിഞ്ഞിട്ട് കൊടുക്കണമെന്ന് പറഞ്ഞു വന്നിട്ട് പിന്നെ പറയാം ജീവിച്ചിരിക്കുമ്പോൾ എന്തെങ്കിലും കൊടുക്ക്, ഇതെന്തൊരു മരിച്ചു കഴിഞ്ഞിട്ട് മാത്രം കൊടുക്കാന്ന് വെച്ചിരിക്കണേ. അപ്പോ ഞാൻ പറഞ്ഞത് അടിസ്ഥാനപരമായിട്ട് നമ്മുടെ ആത്മീയതയ്ക്ക് ക്ഷതം സംഭവിച്ചിട്ടുണ്ട്. ആത്മീയത എന്ന് പറയുന്നത് ഇന്ന് എനിക്ക് എന്ത് സമ്പാദിച്ചു കൂട്ടാനുള്ള മാർഗമായിട്ട് മാറിയിരിക്കും. നിന്റെ അയൽക്കാരന്റെ സങ്കടം കാണാണ്ട് നീ ദൈവമേ ദൈവമേ എന്ന് വിളിച്ചു പറഞ്ഞാൽ തമ്പുരാൻ പറയും അന്തോണിയേട്ടൻ്റെ കാര്യം അറിയോ? അതൊന്നും എനിക്കറിയില്ല, എൻ്റെ കുട്ടികളുടെ കാര്യം നോക്കാൻ നേരില്ല, എന്നിട്ട് പിന്നെ അന്തോണിയേട്ടൻ്റെ കാര്യം നോക്കാന്നു. അപ്പൊ ജീവിതത്തിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ എൻ്റെ കുറേ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ദൈവത്തെ വിളിക്കുക. മാതാവുണ്ടല്ലോ, ഞാൻ ആലോചിക്കാറുണ്ട്, മാതാവിൻ്റെ കയ്യിൽ കിട്ടിയത് എന്നിട്ടാണ് ദൈവത്തിൻ്റെ പുത്രൻ. എന്തെല്ലാം ബിസിനസ് തുടങ്ങായിരുന്നു. കാരണം നമ്മുടെ മോനൊക്കെ പഠിച്ച IAS പാസ്സായി നല്ല ഡിഗ്രി. മോനൊന്ന് അമേരിക്കയിൽ പോയി കാര്യങ്ങളൊക്കെ നേടിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് കുറച്ച് സ്ഥലമൊക്കെ ഒന്ന് വാങ്ങിച്ചിടണം കാശ്. മാതാവറ്റ അങ്ങനെ ചിന്തിച്ചിരുന്നെങ്കിൽ എന്തായാലേ എന്ത് എൻ്റെ ദൈവമേ, ദൈവത്തിന്റെ പുത്രനാണ് എൻ്റെ മോൻ. 5 പവൻ 5000 ആക്കണം. ഞാൻ എൻ്റെ മോനോട് പറയും, മോനെ നീ ഒരു കാര്യം, നീ 5 5000 ആക്കിയതല്ലേ, ഒരു അപ്പം സൂപ്പർ മാർക്കറ്റ് തുടങ്ങിയാലടാ, നീ ഉണ്ടല്ലോ എൻ്റെ കൂടെ. ഒരു സൂപ്പർ മാർക്കറ്റ് വേറൊന്നും വേണ്ടല്ലോ. മോനോട് പറഞ്ഞാ പോരെ, മോനെ ഇത്തിരി വീഞ്ഞ, നീ അവിടെ പച്ചവെള്ളം വീഞ്ഞാക്കിയില്ലേ, ഇവിടെ കിണറ്റത്തെ വെള്ളം മുഴുവനെ വീഞ്ഞാക്കിക്കടാ, അപ്പൊ അമ്മയ്ക്ക് ഇങ്ങനൊക്കെ ഒരു കുടിച്ചാ പോരെ. അല്ല എന്തൊക്കെ സത്യമായിട്ട് ഞാൻ പറഞ്ഞു, എന്തെല്ലാം നേടിയെടുക്കാൻ പരിശ്രമിച്ചേനെ നമ്മള്. നമ്മുടെയൊക്കെ മക്കൾ വലുതായി വരുമ്പോ അതെല്ലാം ആലോചിക്കാം. മോൻ വലുതായി വരുന്നുണ്ട്, നല്ലൊരു ജോലിയൊക്കെ കിട്ടുന്നുണ്ട്, കാശൊക്കെ ഉണ്ടാവുന്നുണ്ട്. മാതാവൊക്കെ ഇങ്ങനെ ആലോചിച്ചിരുന്നെങ്കിലോ? ഏതെങ്കിലും കാര്യം മാതാവ് ചോദിച്ചുണ്ടോ തൻ്റെ പുത്രനോട്? ചോദിച്ചില്ല. കാരണം ഈ ഭൂമിയിലെ ഈ വസ്തുക്കളിലും ഉള്ള നമ്മുടെ ഈ ഭ്രമം ദൈവത്തെ നമ്മുടെ മനസ്സിൽ നിന്ന് അകറ്റാണ് ചെയ്യണേ. അപ്പൊ അതുകൊണ്ട് ആത്മീയത എന്ന് പറയുന്നത് മനുഷ്യന്റെ വേദനകളിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ അവിടെ കണ്ടുമുട്ടുന്ന മുഖം, അതാണ് ദൈവത്തിന്റെ മുഖം. യാക്കോബ് പറഞ്ഞിട്ടില്ലേ, കാണപ്പെടുന്ന ഈ സഹോദരന്റെ മുഖത്ത് നിനക്ക് ദൈവത്തിന്റെ മുഖം കാണാൻ പറ്റണില്ല. ഞാൻ പറഞ്ഞില്ല, അത് കാണാൻ പറ്റണില്ല. പിന്നെ എവിടെ നീ കാണപ്പെടാതെ ദൈവത്തെ എങ്ങനെ നീ കാണും? എടോ, ഈ മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ള ദൈവം തന്റെ ഛായയിലാണ്. ആരുടെ ഛായയില്? ദൈവത്തിന്റെ ഛായയില്. എന്നിട്ട് നീ അത് വായിച്ചിട്ട് ഇത് ദൈവത്തിന്റെ ഛായടോ, അത് നീ വിശ്വസിക്കണില്ല. ഞാൻ പറഞ്ഞില്ലേ ICUയുടെ കാര്യമൊക്കെ പറഞ്ഞില്ലേ, ICUയൊക്കെ എടുക്കുമ്പോഴാണ് ദൈവത്തിന്റെ ഛായ നമുക്ക് തോന്നുക. ഏത് ഡോക്ടറൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നും, ഡോക്ടറെ ദൈവം തന്നെയാട്ടാ നിങ്ങള്. എന്താ അങ്ങനെ പറയണേ? നിങ്ങളൊരു ദൈവമാണ്. ഇത് ICUയിൽ കിടക്കുമ്പോഴല്ല തോന്നേണ്ടത്, തൊട്ടപ്പുറത്തെ വീട്ടുകാരന്റെ സങ്കടം കാണുമ്പോ അവനെ തോന്നണം. ഇത് നമുക്ക് വിഷമം പ്രയാസം, അത് ശരിക്കും പറഞ്ഞു, നമ്മുടെ വിഷമം പ്രയാസങ്ങളൊക്കെ കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിക്കുന്ന സ്നേഹമോ, അപ്പോഴാ ദൈവത്തിന്റെ മുഖം കാണുള്ളൂ. അപ്പോ ദൈവത്തിന്റെ മുഖം ദർശിക്കലാണ് ആത്മീയത. അതായത് ഈ ലോകത്തിലെ എല്ലാ മനുഷ്യരിലും ദൈവത്തിന്റെ മുഖം ദർശിക്കാൻ, ഒന്നുമില്ലായ്മയെന്ന് വന്നു എല്ലാം ദൈവ സൃഷ്ടികളാണെന്നുള്ളൊരു ചിന്ത മനസ്സിൽ, അതാണ് സത്യമല്ലോ. ഒരു മനുഷ്യന് വേണ്ടിയിട്ടല്ലേ യേശു ക്രിസ്തു മരിച്ചത്? ഈ ലോകത്തെ മുഴുവൻ വീണ്ടെടുക്കാനുണ്ട്. ഒരു ബറാബാസിനെ കൊല്ലണോ യേശു ക്രിസ്തുവിനെ കൊല്ലണോ? എന്താ പറഞ്ഞത്?
ബറബാസിനെ വെറുതെ വിട്, യേശു ക്രിസ്തുവിനെ ക്രൂശിക്കുക. ആയിക്കോട്ടെ, ബറബാസ് ഒരാൾ രക്ഷപ്പെടില്ലോ, മരിക്കാം ഒരാള്. പക്ഷെ ആ ഒരാളുടെ രക്ഷ ലോകത്തിലെല്ലാവരുടെയും രക്ഷയ്ക്ക് കാരണമായി. അപ്പൊ ഒരു മനുഷ്യനെ അത്രമാത്രം ദൈവം വിലമതിക്കുന്നുണ്ടെന്ന് അതാണ് മനസ്സിലാക്കേണ്ടത്. ഏത് മനുഷ്യനെ? ഒരു നല്ല മനുഷ്യന് വേണ്ടി എല്ലാവരൊക്കെ മരിക്കാം. ഇതാരെയാള്? ബറാബാസ്. അവൻ എന്തുട്ട് പുണ്യം ചെയ്തിട്ടുള്ളത് അയാൾക്ക് വേണ്ടി മരിക്കാൻ? അയാൾ പുണ്യൊന്നും ചെയ്തിട്ടില്ല. മഹാത്തമ്മടി കണ്ട മനുഷ്യർ തല്ലി കൊന്നുണ്ടവൻ. അവന് വേണ്ടിട്ട് എന്തിനാ യേശു ക്രിസ്തു മരിക്കണേന്ന്? വല്ല നല്ല മനുഷ്യന് വേണ്ടി മരിച്ചൂടെ? എനിക്ക് നിങ്ങളൊക്കെ നല്ലവരാണ്. എനിക്ക് നിങ്ങൾ തെറ്റ് ചെയ്തിട്ടുണ്ടോ, പാപം ചെയ്തിട്ടുണ്ടോ? എനിക്കില്ല. എനിക്കതല്ല. നിനക്ക് വേണ്ടിയിട്ടാണ്, നിന്റെ പാപങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ മരിക്കാൻ വന്നിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് നമ്മളൊക്കെ ആർക്ക് നന്മ ചെയ്യാം? നല്ല മനുഷ്യര് നോക്കിയിട്ട്. പക്ഷേ യേശു ക്രിസ്തു നീ നല്ലവനാണോ ചീത്തയാണോ എന്ന് നോക്കില്ല. ദുഷ്ടനാണോ ശിഷ്ടനാണോ എന്ന് നോക്കില്ല. ആ ആത്മീയതയിലേക്ക് നമ്മൾ വളരണം. നമ്മൾ വെറുതെ കിഡ്നി ഡൊണേഷൻ, അവയവദാനം പറഞ്ഞുകൊണ്ട് മാത്രമായില്ല. ആ വിഷയം ബന്ധപ്പെട്ട മനുഷ്യരാണ് ചിലപ്പോൾ അത് കേൾക്കുള്ളൂ. നമുക്ക് ജീവിതത്തിൽ ഇന്നും മനുഷ്യന്റെ, ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നു കേട്ടോ, മനുഷ്യന്റെ ജീവിതത്തിലെ വാല്യൂ നഷ്ടപ്പെട്ടിരിക്കുന്നു. രൂപയുടെ മൂല്യം കുറയുന്നു എന്നുള്ളതാണ് ആൾക്കാരുടെ വിഷമം. എനിക്കതിൽ വിഷമില്ല. കാരണം എന്ന് വെച്ചാൽ മനുഷ്യന്റെ വാല്യൂ തീരില്ലാണ്ടാക്കുന്ന കാലത്താണ് ഇപ്പം രൂപയുടെ മൂല്യം കുറയണത്. മനുഷ്യനോട് വാല്യൂ ഇല്ല, പിന്നെ ഈ രൂപയുടെ മൂല്യം എന്ന് പറയുന്നത് സത്യല്ലേ? പക്ഷെ ആൾക്കാർക്ക് സങ്കടം എന്താണെന്നറിയോ? രൂപയുടെ മൂല്യം കുറഞ്ഞാണ്, പക്ഷെ മനുഷ്യന്റെ മൂല്യം കുറയുണ്ടല്ലോ. അതല്ലേ നമ്മൾ പറഞ്ഞത്, സ്വന്തം അമ്മേനെ കൊണ്ടുപോയിട്ട് നട തള്ളുന്നു. അപ്പോ എന്നെ കേൾക്കുന്നവർ പറയാനുള്ള പ്രിയമുള്ളവർ, നമ്മൾ ഈ ലോകത്ത് ഇന്നുണ്ട്. ഒരു 25 വർഷം കഴിഞ്ഞാൽ ഞാൻ ഈ ലോകത്തില്ലാട്ടാ. അല്ല, വലിയ അക്രമപരമായ ആഗ്രഹങ്ങളൊന്നും ഉണ്ടാവരുത്. പിന്നെ എനിക്കിപ്പോൾ 51 വയസ്സായി, ഇനിയൊരു 10-53 വയസ്സൊക്കെ അങ്ങനെ ഈ ലോകത്തോടുള്ള സ്നേഹമല്ല നമുക്ക് വേണ്ടത്. ഈ ലോകം ദൈവം തന്നിട്ടുള്ള ഒരു അവസരമാണ് സമ്പാദിക്കാൻ. എന്ത്? ചെതല് പിടിക്കാത്തതും കള്ളൻ കൊണ്ടുപോകാത്തതുമായ സമ്പത്ത് സമ്പാദിക്കാനുള്ള അവസരമാണ് ഈ ലോകം, ജീവിതം. ബാക്കിയുള്ളതൊക്കെ നമുക്കൊക്കെ നമ്മുടെ അമ്മേനെ ഉപേക്ഷിക്കേണ്ട. നമുക്ക് അമ്മേനെ ഉപേക്ഷിക്കുന്ന ഗുരുവായൂർ ഉപേക്ഷിക്കാനല്ല. നമ്മുടെ അമ്മ മരിച്ചു എന്ന് വെച്ചാൽ കഴിഞ്ഞു. അമ്മ പോയി, അപ്പം പോയി, ആരോഗ്യം പോയി, സഹോദരങ്ങൾ പോയി, സ്നേഹിച്ച സുഹൃത്ത് പോയി, സ്നേഹിച്ച ഭാര്യ പോയി, മക്കൾ, ഇതൊക്കെ പോകുന്ന കാര്യങ്ങളല്ലേ. പോവാത്ത കാര്യം നമ്മുടെ കയ്യിൽ വല്ലതും ഉണ്ടാവും. അത് നാം ദൈവത്തോട് കാണിക്കുന്ന സ്നേഹം, ആ സ്നേഹത്തെ പ്രതി നാം ചെയ്യുന്ന പ്രവർത്തികൾ, അത് പോവില്ല. ഇപ്പം ഞാൻ ആലോചിക്കുന്നത്, ഞാൻ പോണ സമയത്ത് ഗോപിനാഥന് കൊടുത്ത ആ പ്രവൃത്തി എന്തായാലും പോവില്ലല്ലോ. കാരണം അവനൊരു കിഡ്നി കൊടുത്തല്ല. അതിൻ്റെ പേരിലെങ്കിലും ദൈവത്തിന് ഒരു കിഡ്നി കൊടുത്തുണ്ട്. തമ്പുരാന്റെ സന്നിധി ചെല്ലുമ്പോ ഞാൻ ഇവിടെ കിഡ്നി കൊടുക്കാനൊന്നും പറയില്ല, പക്ഷെ എന്തെങ്കിലും കൊടുത്തോട്ടെ, അതൊന്നും നല്ലത്. ഇതൊക്കെ നിങ്ങൾ സമ്പാദിച്ചതിന്റെ കണക്ക് അവിടെ ഒരു പുസ്തകം, അവിടുത്തെ ഈ സ്വർഗത്തിലെ പുസ്തകത്തിലുണ്ടല്ല, വരവ് ചെലവല്ലേ നമ്മൾ എഴുതുക. സ്വർഗത്തിലെ പുസ്തകത്തിൽ ചെലവ് മാത്രമുള്ളൂ, വരവ് അവിടെ എഴുതില്ലേ. അങ്ങനത്തെ ഒരു പുസ്തകം ഉണ്ട് കേട്ടോ സ്വർഗത്തില്. ചെലവ് മാത്രം എഴുതും. നീ എന്ത് ചെലവ് ചെയ്തു? ഞാൻ കണ്ടമാനം വരവ് ഉണ്ടാക്കി. വരവെടുക്കില്ല. നീ എന്തോ ഈ ലോകത്ത് വരുമാനം ഉണ്ടാക്കി എന്നുള്ളത് ചോദിക്കില്ല. എന്ത് ചെലവ് ചെയ്തു? ഒന്നും ചെലവ് ചെയ്യാണ്ട് ഞാൻ ഇങ്ങനെ വെച്ചിരിക്കുകയായിരുന്നു. അത് ശരി, നിനക്കിതൊക്കെ തന്നിട്ട് എന്താ കാര്യം? നിനക്കിതൊക്കെ തന്നു, നിനക്കൊരു അവസരം തന്നു, നിനക്ക് ജീവിതത്തിൽ എത്രയോ നന്മകൾ തന്നു, നീ ഒന്നും ചെലവഴിച്ചില്ല. അങ്ങനെ ഒരാളെ കുറിച്ച് പറയുന്നുണ്ട്. എന്താണെന്നറിയോ? താലന്തിന്റെ ഉപമയിലെ 5 കൊടുത്തു, അവൻ സമ്പാദിച്ചു. 5 കൂടെ 2 കൊടുത്തു, അവൻ സമ്പാദിച്ചു. 1 കൊടുത്തവനുണ്ടല്ലേ, അത് കുഴിച്ചിട്ടു. 1 എവിടെ? 1 ഒക്കെ അവിടെ ഉണ്ട്, അത് കുഴിച്ചിട്ടുണ്ട്. വെറുതെ ആവശ്യമില്ലാതെ എന്തൊരു ചോദിക്കണേ. അവനൊക്കെ 5 കൊടുത്തില്ലേ? ഊവ്, എനിക്കൊന്നല്ലേ എന്നല്ലോ. അതിന് ഞാനെന്തുണ്ടാക്കാനാ? അവ 5 ഉണ്ടാക്കി, എനിക്കൊന്നും 5 ഉണ്ടാക്കാൻ പറ്റില്ല. നിന്നോട് ആരാ 5 ഉണ്ടാക്കാൻ പറഞ്ഞ്? നീ 1 ഉണ്ടാക്കിയാൽ മതിയായിരുന്നു. നീ 1 ഉണ്ടാക്കുന്നതും അവൻ 5 ഉണ്ടാക്കുന്നതും തുല്യാണ്. അതൊന്നും എനിക്കറിയില്ല, ഞാൻ കുഴിച്ചിട്ടുണ്ട്, നിനക്ക് ഞങ്ങളുടെ അടുത്ത് തരാമെന്ന്. മനുഷ്യൻ അങ്ങനെയാണ്. പ്രിയമുള്ളവരെ, മദർ തെരേസയുടെ കയ്യിൽ എന്താ ഉണ്ടായിരുന്നത്? അപ്പം നമ്മൾ ചിന്തിക്കണം. നമ്മൾ വിചാരിക്കണത്, ചില ആൾക്കാർ പറയും
അച്ഛൻ നന്നായിട്ട് പ്രാർത്ഥിക്കുക, കുറച്ച് ബിസിനസ്സൊക്കെ ഒന്ന് നന്നാവട്ടെ, എന്നിട്ടൊക്കെ ഒരു ചാരിറ്റി പ്രവർത്തനം ചെയ്യണം. അത് ശരി. അപ്പോൾ ആദ്യം എന്താ ഉണ്ടാവണ്ടേ? ആദ്യം നമ്മുടെ ബിസിനസ്സൊക്കെ നന്നാവട്ടെ. അപ്പോൾ ഒരുത്തൻ എന്നോട് ഒരു കാര്യം പറഞ്ഞു. ഒരു പള്ളി ചെന്നപ്പോൾ പറഞ്ഞു, അച്ഛൻ നമ്മുടെ സൗണ്ട് സിസ്റ്റം അത്ര നല്ലതല്ല. അല്ല, അപ്പോൾ നമുക്കത് നന്നാക്കണ്ടേ? പിന്നെ അപ്പോൾ എന്ത് വരും? ഒരു 4-5 ലക്ഷം രൂപ നമ്മുടെ മിക്സറൊക്കെ വെച്ച് നല്ല സിസ്റ്റം. അപ്പോൾ നമുക്കവിടെ ചെയ്യാം. നീ ചെയ്യോ? അതവിടെ ചെയ്യാച്ചോ? ഇങ്ങനെയുള്ള ചെറുപ്പക്കാരൊക്കെ ഈ ലോകത്തുണ്ടല്ലോ. ഇടവകയിൽ ഇത് ഒന്ന് പറയണടാ, അടുത്ത ഞായറാഴ്ച ഞാനിതൊന്ന് അലകാം, ആൾക്കാരൊന്ന് കേൾക്കട്ടെ, ഇങ്ങനെ നല്ല മനുഷ്യർ ഈ സമൂഹത്തിലുണ്ടെന്നുള്ളത്. അപ്പോൾ ഞായറാഴ്ച പറഞ്ഞാലോ? ഞായറാഴ്ച പറയാൻ പറ്റച്ചോ? എന്തേ? അത് നമുക്ക് 30-ാം തീയതി കഴിഞ്ഞിട്ട് പറയാം. 30-ാം തീയതി എന്താ, നിന്റെ ബർത്ത്ഡേ ആണോ? എൻ്റെ ബർത്ത്ഡേ അല്ല, ഓണം ബമ്പർ അന്നാ എടുക്കണേ. അല്ല, അത് ഇതും തമ്മിൽ എന്താ ബന്ധം? അല്ല, ഞാൻ ഒരു ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് 50 ലക്ഷമാണ്. അപ്പോൾ അത് അടിച്ചാൽ 5 ലക്ഷം പള്ളിക്ക്, നിനക്കാ 45 ലക്ഷം. നല്ല മനുഷ്യട്ടോ നീ. എന്നാലും നിനക്ക് അങ്ങനെ 5 ലക്ഷമെങ്കിലും കൊടുക്കാൻ തോന്നിയില്ലോ. ഇതാണ് നമ്മുടെ ആത്മീയത. തെറ്റാട്ടാ, ശരിയല്ലാട്ടാ. അതായത് ഒരു കമ്മീഷൻ ഏജന്റായിട്ട് തമ്പുരാനെ നിശ്ചയിച്ചിരിക്കുക. ആ സ്ഥലം വിറ്റ് പൊട്ടച്ചോ, അപ്പോൾ നമുക്ക് കുറച്ച് ചാരിറ്റി ചെയ്യാം. കർത്താവ് എന്താ പറയുന്നറിയോ? ആ ചെമ്പ് തൊട്ടിട്ടുള്ള വിധവയെ കുറിച്ച് എന്താ പറയുന്നറിയോ? അവളെ എന്ത് വകയിട്ടത്? ഉപജീവനത്തിന്റെ വകയാണ് അവള് ദൈവത്തിന് കൊടുത്തത്. ഉപജീവനത്തിന്റെ വക. മദർ തെരേസ എന്താ പറഞ്ഞത്? വേദനിച്ചിട്ട് നിങ്ങൾ കൊടുക്കണം, വേദനിച്ചിട്ട് കൊടുക്കണം. നമുക്ക് കുറെ സമ്പത്തും സൗകര്യം ഉണ്ടായത് എന്തെങ്കിലുമൊക്കെ കൊടുത്താ നിനക്ക് ദൈവം എങ്ങനെയാ തന്നെ? നിനക്ക് ദൈവം ആളന്നിട്ട് തന്നെ സമൃദ്ധമായിട്ട് ദൈവം നിനക്ക് തന്നു. പക്ഷെ നമ്മൾ തിരിച്ചിടുമ്പോ അത് തെരഞ്ഞിടുക. ആളന്നിട്ടാ കൊടുക്കണേ. ആളെന്ന് നോക്കി ഈ മിഷൻ സൺഡേക്കൊക്കെ ഞങ്ങൾ തമാശയായിട്ട് പറയണതായിരിക്കും, ചിലപ്പോൾ സത്യം ഉണ്ടാവും. മിഷൻ സൺഡേ നിങ്ങളുടെ ഈ ഹാർവെസ്റ്റ് പോലെയൊക്കെ ഞങ്ങളുടെ നാട്ടിലുണ്ട്. അപ്പോൾ ഈ തെങ്ങൊക്കെ കയറുമ്പോൾ തെങ്ങ് കയറി തെങ്ങ് കൂട്ടിയിടാണിപ്പോൾ ഇങ്ങനെ കിളിക്ക് തേങ്ങ കൂട്ടിയിടുമ്പോൾ ഇത് കിളിക്കുമ്പോൾ കിളിയില്ല പറഞ്ഞു, അങ്ങനെ മാറ്റി വിടാന്ന് പറഞ്ഞു. എന്ത്? അത് മിഷൻ സൺഡേക്ക് പള്ളിക്ക് കൊടുക്കാനുള്ളതാണ്. കടന്നു വലിയ തേങ്ങ ഒന്നുമില്ല. ഇതൊക്കെ നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തി ഉണ്ടല്ലോ, ദൈവം വിലയിരുത്തുമ്പോൾ എന്തോരം വിലയുണ്ടാവും എന്നുള്ള കാര്യം ഓർക്കണം കേട്ടാ. നമ്മൾ വലിയ കാര്യമൊക്കെ പറയും, ഞാൻ അത് ചെയ്തിട്ടുണ്ട് ഇത് ചെയ്തു. അതെ, ദൈവം എത്ര തന്നു എന്ന് ആദ്യം ചോദിക്കും. നമുക്ക് എത്ര തന്നു? എത്ര കൊടുത്തു? അല്ല, അതിൽ ഞാൻ കുറച്ചൊക്കെ കൊടുത്തു, അപ്പൊ നിനക്ക് കുറച്ച് പോരെ? അല്ല എടോ, കുറച്ച് കൊടുക്കുന്നവന് കുറച്ച്, കൂടുതൽ കൊടുക്കുന്നവന് കൂടുതൽ. അങ്ങനെയല്ലേ ചെയ്യാ? നിനക്ക് കൂടുതൽ തന്നിട്ടുണ്ടെങ്കിൽ നീ കൂടുതൽ കൊടുക്കണം. കുറച്ച് തന്നിട്ടുണ്ടെങ്കിലോ കുറച്ച് കൊടുത്താൽ. അപ്പൊ നിനക്ക് കൂടുതൽ വേണോ കുറച്ച് വേണോ? കുറച്ച് മതിയെ നീ കുറച്ച് ചോദിച്ചാൽ മതിരാ. നീ ചോദിക്കുന്നതൊക്കെ ഓണം ബമ്പർ കൊടുക്കണമൊക്കെ. അതുകൊണ്ട് ഞാനിത് പറയുന്നത് വേറെ അർത്ഥത്തിലല്ല കേട്ടോ. നമ്മള് ഈ പ്രാർത്ഥന കണ്ണടച്ച് ദൈവമേ ദൈവമെന്ന് വിളിക്കൽ മാത്രമല്ല, കണ്ണ് തുറന്നിട്ട് മനുഷ്യന്റെ വേദന കാണലാണ് ആത്മീയത. ഒരു തമാശയായിട്ട് കേട്ടിട്ടുണ്ട്, 2-3 സ്ത്രീകൾ ഒരു ധ്യാനം കഴിഞ്ഞിട്ട് ബസ്സിൽ ഇങ്ങനെ യാത്ര ചെയ്യുക. അപ്പോൾ 2 പേര് ഇരിക്കുക. തൊട്ടടുത്തൊരു പ്രായം ചെന്ന സ്ത്രീ ഒരു കുട്ടീനെ കയ്യിൽ ഒരു ഒക്കത്തൊക്കെ വെച്ചിട്ട് ബസ്സിൽ കയറി. അപ്പോൾ 2 പേരും കൂടി ഇരിക്കുകയാണ്, ധ്യാനമൊക്കെ കൂടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവമേ നന്ദി. അവിടെ ഇരിക്കുമ്പോൾ അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ആ സമയത്ത് ഈ സ്ത്രീ വന്ന് ഒക്കത്ത് നിൽക്കണു, ഒക്കത്തൊരു കുട്ടി, കയ്യിലൊരു കുട്ടി. അപ്പോൾ ഈ അടുത്തിരിക്കുന്ന ഈ സ്ത്രീനെ കണ്ടു കഴിഞ്ഞപ്പോൾ പിന്നെ കണ്ണടച്ച് തല കുമ്പിട്ടിരുന്നിട്ട് യേശുവേ സ്തോത്രം, യേശുവേ നന്ദി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അത് അടുത്ത് ചോദിച്ചു, അപ്പോൾ എന്തുണ്ട്? എനിക്ക് സഹിക്കാൻ പറ്റണില്ല. എന്തേ? ആ സ്ത്രീ അവിടെ നിൽക്കണ കണ്ടിട്ട് ഈ കഷ്ടപ്പാടുകൾ കണ്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്ത്? ദൈവമേ അവരുടെ കഷ്ടപ്പാടുകൾ മാറ്റും. ഏത്? ആ സ്ത്രീയുടെ ഒക്കത്തൊരു കുട്ടി, പ്രായം ചെന്ന സ്ത്രീ, കയ്യിലൊരു കുട്ടി. അപ്പൊ തൊട്ടടുത്ത് സീറ്റിൽ നിന്നിട്ട് ഇവള് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവമേ അവിടെ കഷ്ടപ്പാടുകളൊക്കെ മാറ്റിക്കൊള്ളണേ, യേശുവേ നന്ദി, യേശുവേ അനുഗ്രഹിക്കണേ, അവളെ അനുഗ്രഹിക്കണേ. നമുക്കൊക്കെ ചിരി ഒരു ഇത് കേൾക്കുമ്പോ അല്ലെ, ഇതമ്മ ചെയ്യണേ. അതായത് നീ അവിടെ കേട്ടിട്ടെ ചേച്ചിയെ ഇവിടെ ഇരുതാൻ, അതല്ല നീ ചെയ്യണ്ടേ, അത് ചെയ്യില്ല. എന്നിട്ട് എന്ത് ചെയ്യണു? സഹിക്കാൻ പറ്റണില്ല, ഇത്ര കഷ്ടപ്പാട് കാണുന്നു.
ഇതാണ് പലപ്പോഴും പ്രിയമുള്ളൊരു ലോകത്തുനിന്ന് പോകുമ്പോഴേ ഒരു സ്നേഹബന്ധം ഈ ലോകത്തിലേത് കൊണ്ടുപോകാൻ പറ്റില്ല. ഒറ്റ ബന്ധം മാത്രമേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ, തമ്പുരാനോട് നമ്മൾ കാണിച്ച സ്നേഹം. അത് വെറുതെ ഐ ലവ് യു എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ആ പറയുന്നതിനനുസരിച്ച് ഈ സമൂഹത്തിൽ ഇവന് ചെയ്തപ്പോൾ എനിക്കാണ് ചെയ്തോട്ടാ. മക്കളൊക്കെ നമ്മളെ നോക്കാൻ വരും, അവസാന സമയത്ത് നമ്മളെ ഇങ്ങനെ നിന്ന് വന്നാ ഭാഗ്യം. ഒരു ഉറപ്പില്ലാത്ത കാര്യമാണ്. ഇല്ല പിന്നെ ഇപ്പം പിള്ളേര് കുട്ടികളും ഭർത്താവായിട്ട് ജീവിക്കുന്ന സമയത്ത് അമ്മ മരിക്കാം. ഫോൺ വരുമ്പോഴേ നാട്ടിലത്തെ കാര്യം പറയാം ഞാൻ, ഡാ അമ്മ ഇത്തിരി സീരിയസ് ആണ് എന്ന് പറഞ്ഞിട്ട് മോന് ഫോൺ വരികയാണ്. എവിടെയുള്ളത്? അമേരിക്കയിലോ കാനഡയിലോ ഗൾഫിലുള്ള മോന് വരുമ്പോൾ അമ്മേനെ ആശുപത്രിയിൽ ഇത്തിരി സീരിയസ് ആണ്, ICUലാണ്. അപ്പം മോനെന്താ പറയാന്നറിയാം, അതേ എനിക്ക് ഒരു 3 ദിവസം കഴിഞ്ഞിട്ട് വരാൻ പറ്റുള്ളൂ, അപ്പോൾ അത് എന്തെങ്കിലും സൗകര്യങ്ങൾ നിങ്ങൾ ചെയ്തിട്ട് മൊബൈൽ മോർച്ചറിയിലാക്കി വെച്ചു. എടാ അമ്മ മരിച്ചിട്ടില്ല. അല്ല മരിച്ചിട്ടില്ല എന്ന് എനിക്ക് മനസ്സിലായി, പക്ഷെ ഇനിയിപ്പോൾ മരിക്കുകയാണെങ്കിൽ തന്നെ എനിക്ക് 2-3 ദിവസം കഴിഞ്ഞിട്ട് വരാൻ പറ്റുള്ളൂ. അപ്പോൾ അത് നമ്മുടെ തോമസിൻ്റെ അവിടെ ഉണ്ട് ആ മൊബൈൽ മോർച്ചർ. എടാ മരിച്ചിട്ടില്ല. അല്ല എനിക്ക് മനസ്സിലായി. ഇതൊക്കെയാണ് നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ പലരും നേടിക്കൊടുത്തിട്ട് മനുഷ്യന് കൊടുത്തിട്ട് തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നത് അക്രമമാണ് കേട്ടാ. ദൈവത്തിന് കൊടുത്തിട്ട് തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിച്ചാൽ ഉറപ്പാ. ആർക്ക് കൊടുക്കണ്ടേ നിങ്ങൾ ആലോചിച്ചോ? നിങ്ങൾക്ക് മക്കൾക്ക് കൊടുത്തിട്ടേ കിട്ടും 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 നല്ലോണം കിട്ടും. കിട്ടിയാ കിട്ടി, കുഴപ്പമില്ല. ദൈവത്തിന് കൊടുത്താലുണ്ടല്ല ഗ്യാരണ്ടിയാ. ശരിയല്ലേ? നീ ദൈവനാമത്തിൽ ഒരു ഗ്ലാസ് പച്ചവെള്ളം കൊടുത്താൽ എന്താ ബൈബിൾ പറഞ്ഞിട്ടുള്ളത്? ദൈവനാമത്തിൽ ഗ്ലാസ് പച്ചവെള്ളം കൊടുത്താൽ തക്ക പ്രതിഫലം. അത് എഴുതിയിട്ട് എല്ലാ ദിവസവും പച്ചവെള്ളം കൊടുക്കരുതിട്ടാ, വേറെ എന്തെങ്കിലുമൊക്കെ കൊടുത്തോളൂ. ബൈബിളിൽ പറഞ്ഞ പോലെയാണ് ഞാൻ ജീവിക്കണത്. എല്ലാ ദിവസവും ഓരോ ഗ്ലാസ് പച്ചവെള്ളം ആർക്കെങ്കിലും കൊടുക്കും. അപ്പം അതിൻ്റെ പ്രതിഫലം ഉണ്ടല്ലോ. ഭയങ്കര മനുഷ്യരാ നമ്മള്. അതായത് അത് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടതേ, നമുക്ക് ഈ ബിസിനസ് നടത്തിയിട്ട് കാശ് ഉണ്ടാക്കുന്നവനെയൊന്നും സ്വർഗരാജ്യത്തിൽ സ്പെഷ്യൽ പ്ലേസ് ഒന്നും കിട്ടില്ല കേട്ടാ. നിങ്ങൾ ബിസിനസ് നടത്തിയിട്ട് പുണ്യം സമ്പാദിക്കണം. ഈ നമുക്ക് തരുന്ന ഇപ്പം ഞാനൊരു പുരോഹിതനായതിൻ്റെ പേരിലല്ല, ഇനി ഞാൻ പുണ്യം സമ്പാദിക്കണം. പുരോഹിതനായി ഞാൻ എൻ്റെ ജീവിതം കൊണ്ട് എന്ത് സമ്പാദിക്കണം? പുണ്യം സമ്പാദിക്കണം. അത് എൻ്റെ സമ്പത്ത് പൗരോഹിത്യമാണ്. നിങ്ങളുടെ ജീവിതത്തിലെ സമ്പത്ത് നിങ്ങളുടെ കുടുംബ ജീവിതമാണ്. നിങ്ങളുടെ സമ്പത്ത് എന്നുള്ളത് നിങ്ങളുടെ ജീവിതത്തിലെ സമ്പാദ്യങ്ങളാണ്. സമ്പാദിക്കണം. എനിക്ക് ബാങ്ക് അക്കൗണ്ട് ഇല്ല, എനിക്കൊരു പ്രോപ്പർട്ടി ഇല്ല, എനിക്ക് എന്തിനത്? ഞാൻ അതിനെക്കുറിച്ചുള്ള മോഹം എനിക്കുണ്ടാകാൻ പാടില്ല. ഞാൻ ഇറച്ചി, മീൻ, പാൽ ഇതൊന്നും കഴിക്കുന്നില്ല. കഴിച്ചാൽ എനിക്ക് യാതൊരു ദോഷമില്ല, ഞാൻ കഴിക്കില്ല എന്ന് വെച്ചു. എന്തിനത്? അപ്പം വേറെ ആൾക്കാർക്ക് അത് കഴിക്കാമല്ലോ. ഞാനത് കഴിച്ചാൽ പിന്നെ ഈ ലോകത്തിൽ ഞാൻ കഴിച്ച സാധനം വേറെ ആൾക്കാർക്ക് കിട്ടാൻ പോകില്ല. ഞാൻ കഴിച്ചില്ലെങ്കിലോ ആർക്കെങ്കിലും കിട്ടും. ഞാനൊരു ഗ്ലാസ് വെള്ളം കുടിച്ചാൽ ആ വെള്ളം പിന്നെ ആർക്കും കിട്ടില്ല. ഞാൻ വെള്ളം കുടിച്ചില്ലെങ്കിലോ അവൾ വേറെ ആർക്കെങ്കിലും കിട്ടും. നമ്മൾ ഇതേപോലെ നമ്മൾ ചിന്തിക്കണം. നമുക്ക് ആനുകൂല്യങ്ങൾ നമുക്ക് ഉള്ളത് പോലും വേണ്ടാന്ന് വെക്കണം. സ്നേഹവും കാരുണ്യവും തമ്മിൽ വ്യത്യാസമുണ്ട്. സ്നേഹം എന്ന് പറയുന്നത് കടമകളാണ്. എൻ്റെ ഭർത്താവിനോടുള്ള സ്നേഹം, എൻ്റെ ഭാര്യയോടുള്ള സ്നേഹം, മക്കളോടുള്ള സ്നേഹം, അതിൽ കുറെ കടമകളുണ്ട്, ചെയ്യണം നമ്മൾ. പക്ഷെ കാരുണ്യം എന്ന് പറയുന്നത് കടമകളല്ല. കാരുണ്യം എന്ന് പറയുന്നത് അർഹതപ്പെടാത്തത് കൊടുക്കുന്നതാണ്. നമുക്ക് അർഹതപ്പെട്ടതാണോ യേശുക്രിസ്തു തന്നിട്ടുള്ളത്? ഒരു അർഹതയില്ല നമുക്ക്. നമ്മൾ പാപികളായിരിക്കെ അവിടെ നമ്മളെ സ്നേഹിച്ചു. അപ്പോൾ ഒരു അർഹതയില്ലാത്തതാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പൊ നമ്മളെങ്ങനെയാ മറ്റുള്ളവരെ സ്നേഹിക്കേണ്ടത്? അർഹത നോക്കിയിട്ടാ കൊടുക്കണ്ടേ? അല്ല, അവന് ഒരു അർഹത ഇല്ലെങ്കിലും നീ കൊടുക്കണം. അതാണ് യേശുക്രിസ്തു നിനക്ക് തന്നിട്ടുള്ള സ്നേഹം. അതാണ്. നമ്മളൊക്കെ ഈ ലോകത്ത് മരിച്ചു പോകുമ്പോൾ നമ്മളെന്താ പ്രാർത്ഥിക്കുന്നത്? ദൈവമേ ഒരു അർഹതയില്ല, നല്ലൊരു ചെറിയൊരു കാരുണ്യം നമ്മളോട് കാണിക്കണം കേട്ടോ. നല്ല രീതിയിലൊന്നും ജീവിക്കാനായിട്ടൊന്നും പറ്റിയിട്ടില്ല ദൈവമേ, എന്നാലും നമ്മളോടൊരു കാരുണ്യം കാണിക്കണം കേട്ടോ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മളത് മറ്റുള്ളവരോട് കാണിക്കണ്ടേ? ആ നല്ല കള്ളൻ യേശുക്രിസ്തുവിന്റെ സ്നേഹത്തിന് അർഹതയുള്ളവനാണോ? അർഹതയുണ്ടോ? ഇല്ല എന്ന് പറയും നമ്മള്. അവനെന്തൊരു കള്ളനല്ലേ? അതെ, അർഹതയില്ലാത്തതാണ് യേശുക്രിസ്തു അവന് കൊടുത്തത്. പത്രോസിന് അർഹതയുണ്ടോ സ്വർഗത്തിന്റെ താക്കോൽ ഇങ്ങോട്ട് വാങ്ങിക്കാൻ? ഇല്ലല്ലോ. 3 പ്രാവശ്യം തല്ലി പറഞ്ഞ ആളല്ലേ. എനിക്കൊന്നറിയാം യേശുക്രിസ്തു എന്ന് പറഞ്ഞിട്ട് ഇത് എവിടെ നിന്ന് നീ ഏറ്റു വരുന്നത്? എനിക്കൊന്നും അറിയില്ല യേശുക്രിസ്തു.
തൻ്റെ സംസാര രീതി, എന്ത് സംസാര രീതി, വെറുതെ ആവശ്യമില്ലാതെ മനുഷ്യന് സമാധാനം കെടുത്ത്. എനിക്കൊന്നറിയില്ല ഇതാരെ യേശു ക്രിസ്തു 3 പ്രാവശ്യം ഇതിനേക്കാളൊക്കെ കടുപ്പിച്ച് പറഞ്ഞിട്ടുണ്ടാവട്ടെ. അന്നത്തെ അവരുടെ ശൈലിയിൽ പറഞ്ഞിട്ടുണ്ടാവും. പൊക്കോടുന്നു, വെറുതെ ആവശ്യമില്ലാണ്ട്. അർഹതയുണ്ടോ? ഇല്ല. താക്കൊല കൊടുത്തു. അതോടുകൂടിയുണ്ടല്ല പത്രോസ് വേറൊരാളായി. പത്രോസിന് പിന്നെ അങ്ങോട്ട് തിരിച്ചു പോകാൻ പറ്റുമോ? പറ്റില്ല. കാരണം തള്ളിപ്പറഞ്ഞ എന്നോട് പിന്നെ പത്രോസ് ജീവിതത്തിൽ എന്താ കാണിക്കണ്ടേ? അതേ സ്നേഹം ആരോട് കാണിക്കണം? എല്ലാവരോടും കാണിക്കണം. നിങ്ങൾ എന്നെ കേൾക്കുന്നത് നിങ്ങൾ പറ, നിങ്ങൾക്ക് എന്ത് അർഹതയുണ്ട്? നമുക്ക് എന്ത് അർഹതയുണ്ട് പ്രിയമുള്ളവരെ? ഈ വീട്ടിൽ ഈ അപ്പൻ്റെ അമ്മയുടെ മകനായിട്ട് ജനിക്കുക എന്താ അർഹത കൊണ്ടാണ് നമ്മൾ ജനിച്ചത്? ഇന്ന് നിങ്ങൾ അവിടെ അമേരിക്കയിൽ ജീവിക്കുന്നുണ്ട്, നമ്മുടെ മിടുക്കൊണ്ടാണ്. നമ്മുടെ മാതാപിതാക്കള്, നമുക്ക് നല്ല അറിവ്, കഴിവ്, ഇതൊക്കെ എന്താ അർഹത? കണ്ണില്ലാത്തവര്, ആരോഗ്യമില്ലാത്തവര്, ബുദ്ധിയില്ലാത്തവര് ലോകത്ത് എത്ര അധികമുള്ളൂ. ഇപ്പോൾ നമുക്കിതൊക്കെ തന്നു. എന്തർഹത? അതല്ലേ നമ്മൾ പാട്ട് പാടില്ലേ? ഈ ഭൂമിയിൽ എന്നെ നീ ഇത്രമേൽ സ്നേഹിപ്പാൻ ഞാൻ ആരാണെന്നീശോയേ, അല്ലേ? ഈ ഭൂമിയിൽ എന്നെ നീ ഇത്രമേൽ സ്നേഹിപ്പാൻ ഒരു അർഹതയില്ല. അപ്പം അതുകൊണ്ടുണ്ടല്ലോ നമ്മൾ ആർക്ക് കൊടുക്കും? അർഹത നോക്കാതിരിക്കും. അയാൾക്കൊന്നും കൊടുക്കണ്ട അച്ചോ പറയരുത്. നീ അവനിൽ കാണുന്നത് ആരെയാണ്? യേശു ക്രിസ്തുവിനെ. അവൻ കൊള്ളരുതാത്തവനായിരിക്കാം, അവൻ ഹിന്ദുവായിരിക്കാം, മുസ്ലിം. ഇപ്പം എന്നോട് ഈ കിഡ്നി കൊടുത്തു കഴിഞ്ഞപ്പോൾ ആൾക്കാർ, അച്ഛനൊരു ഹൈന്ദവനാണല്ലോ കിഡ്നി കൊടുത്തത്, എന്താണ്? വേറെ ചിലർ വിളിച്ചിട്ട് എന്നെ എന്തെല്ലാം പറഞ്ഞുണ്ടാക്കി. യേശു ക്രിസ്തുവിന്റെ ശരീരം ഒരു ഹൈന്ദവ സഹോദരന് കൊടുക്കാൻ പാടുണ്ടോ? എന്തേ പാടില്ല? എന്നാലോചിച്ച് നോക്കി. ഞാൻ ഇതിൻ്റെ ഇടയിൽ പറയണത്, എനിക്ക് ഈ ലോകത്തിലെ എല്ലാ മതസ്ഥരും എല്ലാ മനുഷ്യരും എൻ്റെ സ്വന്തമാണ്. ഏറ്റവും കൂടുതൽ കർത്താവ് സ്നേഹിക്കാൻ പറഞ്ഞുള്ള ആരെയെന്നറിയോ? പാപികളെ, രോഗികളെ. അതുകൊണ്ട് രോഗികളുടെയും പാപികളുടെയും സ്നേഹിതനാണ് ആര്? യേശു ക്രിസ്തു. അപ്പൊ ഞാൻ അങ്ങനെയാവണം. ഞാൻ മാത്രമല്ല കേട്ടാ, എല്ലാ ക്രൈസ്തവനും അങ്ങനെയാവണം. എല്ലാ ക്രൈസ്തവനും. അതുകൊണ്ട് നമ്മുടെ ആത്മീയതയ്ക്ക് വലിയൊരു മുതൽക്കൂട്ട് തരുന്നതാണ് ഈ അവയവദാനം. അതായത് മരണശേഷം നമ്മുടെ അവയവങ്ങളൊക്കെ കർത്താവ് പറഞ്ഞതുപോലെ എന്തെന്ന്? ദിസ് ഈസ് മൈ ബോഡി ഗിവൺ ഫോർ യു, ടേക്ക് ദിസ് ആൻഡ് ഈറ്റ് ഇറ്റ്. ഇതെല്ലാം നിങ്ങൾ കുർബാനയിൽ കേൾക്കണത്. അപ്പോൾ മരിക്കുമ്പോൾ ഒരു കുർബാനയാകുക. എങ്ങനെ? എൻ്റെ ശരീരം, ദിസ് ഈസ് മൈ കിഡ്നി ആൻഡ് ദിസ് ഈസ് മൈ ലിവർ ആൻഡ് ദിസ് ഈസ് മൈ ഹാർട്ട്, ഗിവൺ ഫോർ യു രാമ, ഗിവൺ ഫോർ യു റീനെ, ഗിവൺ ഫോർ യു മുഹമ്മദ്. അങ്ങനെ ദൈവം നമ്മെ പഠിപ്പിച്ചതാണ്. കൊടുക്കുവിൻ നിങ്ങൾ, നിങ്ങളെയും നിങ്ങൾക്കുള്ളതും നിങ്ങൾ കൊടുക്കുവിൻ. ഭയങ്കര സന്തോഷം ഉണ്ടാവട്ടെ. ഞാൻ നിങ്ങളുടെ മുമ്പിലിരിക്കുന്ന പരിപൂർണ സന്തോഷത്തിലാണ്. ഇപ്പം മരിച്ചു പോയാലും എനിക്ക് ആരും കുഴപ്പമില്ല. ഞാൻ എൻ്റെ ഓപ്പറേഷന് തലേദിവസം ശരിക്കൊരു ഗെത്സമനി ഞാൻ അനുഭവിച്ചു. അത് വേറെ എൻ്റെ ശരീരത്തിൻ്റെ വേദനയെക്കുറിച്ചല്ല, കർത്താവിനും ശാരീരിക വേദനയെക്കുറിച്ചല്ല അന്നുണ്ടായ. പത്രോസും യൂദാസും ചെയ്യാൻ പോണ കാര്യത്തെക്കുറിച്ച് ഓർത്തിട്ടാണ് മാനസിക വിഷമമുണ്ടായി. എനിക്കൊരു മാനസിക വിഷമമുണ്ടായത് ഇത്രയേ ഉള്ളൂ. ഞാൻ ഒരു നല്ല കാര്യം ചെയ്യണേന് ഇതെന്തിന് ഇത്ര അധികം ആൾക്കാർ ഇതിനെ എതിർക്കണേ എന്ന് എൻ്റെ മനസ്സിന് ഭയങ്കര വേദനിപ്പിച്ചു. അന്ന് രാത്രി ഞാൻ കർത്താവിൻ്റെ പ്രാർത്ഥിച്ച കാര്യം, ഞാൻ മരിച്ചു പോയാലും കുഴപ്പമില്ല, ഗോപിനാഥിനൊരു ജീവിതം കിട്ടിക്കോളോട്ടാ. അല്ലെങ്കിൽ ആൾക്കാർ പറയും ആ കിഡ്നി കൊടുത്തിട്ട് ആ ഗോപിനാഥ് നടക്കണ കിടപ്പ് നോക്കി, അതുണ്ടാവരുത്. പക്ഷെ ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിച്ചില്ലേ. 3 ദിവസം കഴിഞ്ഞപ്പോൾ ആശുപത്രി വിട്ടു. ഞാൻ 4 ആഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ ഓടി നടക്കണം. ഇന്ന് ഞാൻ 4 വർഷമായി. ഇപ്പോൾ അത് എൻ്റെ പൗരോഹിത്യം 25 വർഷം കഴിഞ്ഞു. 21 വർഷം ഓടിയിട്ടുണ്ട്. ഇരട്ടി ഞാൻ ഈ 4 വർഷത്തിൻ്റെ ഉള്ളിൽ യാത്ര ചെയ്തു. ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് മനുഷ്യരോട് ഞാൻ പറഞ്ഞു, സ്നേഹിക്കണം. എനിക്കത്രേ പറയാനുള്ളൂ, വേറെ ഒന്നും പറയാനില്ല. അത് നാക്കുകൊണ്ട് പറച്ചിലല്ല, പ്രവൃത്തിയിൽ കാണിക്കണം. ലോകത്തുനിന്ന് കടന്നു പോകുമ്പോൾ നമുക്ക് ഓർത്ത് സന്തോഷിക്കാൻ കുറേ കാര്യങ്ങൾ വേണം. ഓർത്ത് സന്തോഷിക്കാൻ. അത് എൻ്റെ നാമത്തിൽ നീ ചെയ്ത പ്രവൃത്തികൾ, എൻ്റെ നാമത്തിൽ നീ സഹിച്ചത്, എൻ്റെ നാമത്തിൽ നീ കൊടുത്തത്, എൻ്റെ നാമത്തിൽ നീ ക്ഷമിച്ചത്. 3 കാര്യങ്ങളാണ് സ്നേഹം. ക്ഷമിക്കുക, സഹിക്കുക, കൊടുക്കുക. ഇത് അവസാന സമയത്ത് കുരിശ് കടന്നിട്ട് ഇത് 3 ചെയ്തിട്ടാണ് കർത്താവ് പറഞ്ഞത്, ദിസ് ഈസ് ലവ്, ഗോഡ് ഈസ് ലവ്.
കൊടുത്തു. സ്വന്തം അമ്മേനെ. ആരെയും കൊടുക്കുമോ? സ്വന്തം അമ്മേനെ പറഞ്ഞു, യോഹന്നാനെ അമ്മേനെ എടുത്തടാ. നമ്മളൊക്കെ വല്ല മുറിയൊക്കെ മാറിപ്പോണേ സമയത്ത് ഈ ബെഡും സോഫയൊന്നും കൊണ്ടുപോകാൻ, തോമസേ ഞാൻ നാട്ടിൽ പോകണം, ഈ സാധനം കെട്ടി വലിച്ച് കൊണ്ടുപോകാൻ പറ്റില്ല, അപ്പോൾ നീ വേണമെങ്കിൽ എടുത്തടാ സോഫ. മറ്റൊരു കൊടുക്കില്ലേ? സോഫയും കസേര എന്നല്ല കൊടുത്തത്, സ്വന്തം അമ്മേനെ. ആരെങ്കിലും കൊടുക്കുമോ? അത്ര സ്നേഹമാണ് കർത്താവിന് നമ്മളോട്. കൊടുത്തു. ഇനി സഹിച്ചോ? കുരിശി കിടന്നിട്ട് ആണിയൊക്കെ കയ്യിൽ തുളഞ്ഞു കയറിയിട്ടേ വലിഞ്ഞു മുറുക. ഈ കാലുമ്മ ആണിയമ്മ നിന്നിട്ട് ഇങ്ങനെ തലപൊന്തിച്ച് ശ്വാസം വലിക്കാൻ നിൽക്കുക, പറ്റണില്ല. എന്നിട്ടും നാക്കിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തു വന്ന് എന്താണെന്നറിയോ? ക്ഷമയുടെ വാക്കുകളാ. പിതാവേ അവർ ചെയ്യുന്നത് എന്തെന്ന് അറിയുന്നില്ല, പൊറുക്കണമേ. പ്രിയമുള്ളവർ, ഈ കർത്താവിനെയാണോ ഈ ഹൃദയത്തിൽ സൂക്ഷിച്ചിട്ടുള്ളത്? ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എന്താ വരേണ്ടത്? ലോകത്തുനിന്ന് കടന്നു പോകുമ്പോൾ നമ്മൾ അഭിമാനത്തോടെ പോകണം. ഞാൻ യേശു ക്രിസ്തുവിൻ്റെ സ്വന്തമാണെന്ന് പറഞ്ഞിട്ട്. വേറെ ആരും സ്വന്തമായിട്ട് ഉണ്ടാവില്ല പ്രിയമുള്ളവരെ. ഇന്ന് സ്വന്തം നമ്മുടെ കൂടെ താമസിക്കുന്നവർ ആരും നമ്മുടെ കൂടെ വരില്ല. അതുകൊണ്ട് സ്നേഹിക്കണം. സമ്പത്ത് വിറ്റ് സമ്പാദിക്കും എന്ന് പറഞ്ഞില്ലേ? ചെതല് പിടിക്കുന്ന സമ്പത്ത് വിറ്റ് നിങ്ങൾ സമ്പാദിക്കണം. ഈ ലോകത്തുനിന്ന് കടന്നു പോകുമ്പോൾ ഒന്നിൻ്റെ ആകുലതകൾ നിങ്ങളെ ബാധിക്കാൻ പാടില്ല. അതിന് ഏറ്റവും അവസാനം നിങ്ങൾ അവയവദാനം കൂടി അങ്ങോട്ട് ചെയ്താലുണ്ടല്ല, കോടപ്പുള്ളിട്ട് വറ്റിച്ച പോലെ മീൻ വെച്ചിട്ട്. നമുക്ക് ഏതൊക്കെ അവയവങ്ങൾ നമുക്ക് ദാനം ചെയ്യാൻ പറ്റും? സാധാരണ മരണമാണെങ്കിൽ നമുക്ക് കണ്ണ് മാത്രമാണ് ദാനം ചെയ്യാൻ പറ്റും. ബ്രെയിൻ ഡെത്ത് ആണെങ്കിൽ നമ്മുടെ ഹാർട്ട്, ലിവർ, കിഡ്നി, ലങ്സ്, പാൻക്രിയാസ്, കണ്ണ്, എല്ല്, മജ്ജ, തൊലി ഒക്കെ കൊടുക്കാം. വലിയൊരു സമർപ്പണം നമുക്ക് ചെയ്യാൻ പറ്റും. അച്ഛൻ്റെ ഈ കിഡ്നി ഓപ്പറേഷനോടനുബന്ധിച്ച് ഒരു സംഘടനയ്ക്ക് കൂടെ രൂപം നൽകി, കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യ. അച്ഛൻ്റെ ഈ സർജറി ആയിരുന്നു അതിൻ്റെ ഇനാഗ്രേഷൻ. കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ഇപ്പോൾ ഇന്ത്യയുടെ ഒരു ഓർഗനൈസേഷനായിട്ടാണ് കണക്കാക്കുന്നത്. നമ്മളവിടെ ഫ്രീ ഡയാലിസിസ് ആണ് തൃശ്ശൂർ രോഗികൾക്ക് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ കിഡ്നി സ്വന്തം സഹോദരനും ഭാര്യയ്ക്കും ഭർത്താവിനും കൊടുക്കാൻ വേണ്ട കൗൺസിലിംഗ് കൊടുക്കുന്നു. ഒത്തിരി പേര് കൊടുക്കാൻ തയ്യാറാകുന്നു. കൊടുത്താൽ വിഷമം ഉണ്ടാവില്ല, ജീവിതം ആയുസ് പോവില്ല എന്നൊക്കെ ബോധ്യപ്പെടുന്നു. കൗൺസിലിംഗ് കൊടുക്കുന്നു. കൂടാതെ നമ്മൾ ചെയിൻ സിസ്റ്റമായിട്ട്, അതായത് ഒരു വോളണ്ടറി ഡോണറെ കിട്ടിയാൽ ഒരാൾക്ക് കൊടുക്കുമ്പോൾ അയാളുടെ ഭാര്യയെ കൊണ്ട് വേറെ ആൾ കുടിപ്പിക്കുക, അയാളുടെ ഭാര്യ കൊണ്ട് വേറെ ആൾ കൂടി. ചെയിൻ സിസ്റ്റം കൊച്ചുവസ ചിറ്റപ്പള്ളി അങ്ങനെയാണ് വന്നത്. കൊച്ചുവസ ചിറ്റപ്പള്ളിയുടെ കിഡ്നി ദാനം ചെയ്തതിന് ശേഷം 5 പേർക്ക് അത് മറച്ച് നമുക്ക് കൊടുക്കാൻ പറ്റി. കൂടാതെ ഇപ്പോൾ നമ്മളതിന് കിഡ്നി ഫെഡറേഷൻ ട്രസ്റ്റിമാരായിട്ട് ഒരു 51ഓളം ട്രസ്റ്റിമാരെ ഒരു 10 ലക്ഷത്തോളം രൂപ കോൺട്രിബ്യൂട്ട് ചെയ്ത് ഈ കോസിന് വേണ്ടിയിട്ട് നമുക്ക് 10-25 ട്രസ്റ്റിമാരുണ്ട്. പല രാജ്യങ്ങളിൽ നിന്നുള്ളവരുണ്ട്. അതുപോലെ തന്നെ ഒരു മാസം ഒരു 4-5 ലക്ഷം രൂപ ഡയാലിസിനായിട്ടും ട്രാൻസ്പ്ലാന്റേഷൻ രോഗികളെ സഹായിക്കേണ്ട ആൾക്കാർ കൊണ്ടുവന്ന് തരുന്നുണ്ട്. നമ്മൾ ആരോടൊരു പണം ചോദിക്കാറില്ല. പക്ഷെ ജനം ഇങ്ങനെ ആകാശത്തുനിന്ന് മന്ന പൊഴിയണ പോലെ ദൈവം ഇങ്ങനെ പൊഴിയിക്കുകയാണ്. കാരണം നമുക്കൊരൊറ്റ ലക്ഷ്യമുള്ളൂ, രോഗികൾ അവർക്ക് ആശ്വാസം, പാപികൾ അവർക്ക് സങ്കേതം. ഒരു പുരോഹിതൻ ഇതിൽ ഇങ്ങനെ ചെയ്യാൻ സാധിച്ചതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. എൻ്റെ വാക്കുകൾ കേൾക്കാൻ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുന്നതിൽ എനിക്കേറെ സന്തോഷമുണ്ട്. നിങ്ങൾക്ക് സുഖം ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ കുടുംബം തകർന്നു പോകാതിരിക്കട്ടെ. വാല്യൂസ് നഷ്ടപ്പെടുത്തരുത്. ഒക്കെ പോയാലും നിങ്ങളുടെ ഹൃദയത്തിലെ ദൈവസ്നേഹം നഷ്ടപ്പെടുത്തരുത്. മക്കളെ സ്നേഹിക്കണം, അവരുടെ ആവശ്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം, മാതാപിതാക്കളെ കെയർ ചെയ്യണം, സുഹൃത്തുക്കളെ വഞ്ചിക്കരുത്, ആരെയും നമ്മുടെ വാക്കുകൊണ്ട് മുറിപ്പെടുത്തരുത്. നമുക്കുള്ളത് കൊണ്ട് സംതൃപ്തിയിൽ കഴിയണം. പണത്തിനോടുള്ള ആർത്തി ഒരിക്കലും ഉണ്ടാകരുത്. അത് നമ്മുടെ മനസ്സമാധാനം നഷ്ടപ്പെടുത്തി കളയും. പറ്റാവുന്ന നന്മകളൊക്കെ എല്ലാ മനുഷ്യർക്കും ചെയ്യണം. അത് ജാതി മതം ഒന്നും നോക്കരുത്. മനുഷ്യനാണോ നോക്കുക. മനുഷ്യൻ്റെ ഉള്ളിലാണ് ദൈവം വസിക്കുന്നത്. അതേത് ചെറിയ മനുഷ്യനാണെങ്കിലും ഒരേപോലെ അവരെ വലിയവനെയും ചെറിയവനെയും 2 തട്ടിലായിട്ട് കാണരുത്. സ്വർഗത്തിൽ നമുക്ക് എത്തിച്ചേരണം. അത് മാത്രമായിരിക്കണം നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം. അതിനുവേണ്ടി ഒരു നിമിഷം പോലും പാഴാക്കാതെ നിങ്ങൾ ദൈവസ്നേഹത്തിൻ്റെ പ്രവൃത്തികളെ കൊണ്ട് നിങ്ങളുടെ ഡെപ്പോസിറ്റ് നിറയ്ക്കണം. സ്വർഗത്തിൽ ചെല്ലുമ്പോൾ നമ്മുടെ ഡെപ്പോസിറ്റ് നിറച്ച് സൽക്കർമ്മങ്ങൾ ഉണ്ടാകട്ടെ. വളരെയധികം നന്ദി. താങ്ക് യു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.